ഇയാളെന്തിനാ ഇങ്ങനെ കമന്ന് കിടന്ന് ചിരിക്കുന്നത്? ചിരിക്കൊല്ലൊരു കരയോ? അതെന്തിനാ? മൂടൗട്ട് നമ്മുടെ കാര്യം നടക്കണ്ടേ? ഇങ്ങനെ മൂടൗട്ടായ എങ്ങനെയാ? എടാ മൂടൗട്ട് നീ ഇപ്പൊ മണ്ടി കൊടുക്ക. എടി വിഷമിച്ച് കരയണ ഒരാളിന്റെ ചന്തയില് കല്ലെടുത്തെറിയണ നീയാ പോന്ന? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളു പാപ്പ. ഞങ്ങൾക്ക് പപ്പയുടെ ഒരു ഹെൽപ്പിന്റെ ആവശ്യമുണ്ട്. ഇന്ന് ഒരു ഹെൽപ്പ് ഞാൻ ചെയ്യില്ല. ഇന്ന് എന്റെ ജീവൻ പോയ ദിവസമാണ്. എനിക്കിന്ന് കരയണോ? പോ, ഞാൻ കരയിട്ട്. പറയുന്ന കേക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. ഞങ്ങൾക്ക് ഈ ഒരു സഹായം ചെയ്തിട്ട് പപ്പ വന്നിരുന്ന് കരഞ്ഞോ? വേണമെങ്കിൽ ഞങ്ങളും കൂടുതൽ നിന്ന് കരയാൻ പോരെ? വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. പപ്പ അങ്ങനെ പറയല്ലേ. പപ്പ ഇപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലേ, ഞങ്ങൾ ഈ വീട് വിട്ട് പോകേണ്ടി വരും. പ്ലീസ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തോക്ക് വാങ്ങിച്ചു തരുമോ? 1 2 തോക്ക് പപ്പന് ഞാൻ വാങ്ങിച്ചു തരാം. സത്യം. നീ എന്തുണ്ട് ഒരു കാര്യം നടക്കണ്ടേ? മുന്നോണ്ടിരിക്കോടാ. ഒന്ന് മതി. ഒന്നെങ്കിൽ ഒന്ന്. പറ, എന്തോന്ന് ചെയ്യണം? എന്റെ അച്ഛനും അമ്മ എന്റെ കൂടെ വന്നത് അവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അവർക്ക് എന്റെ പ്രിൻസിപ്പലിനെ കാണാൻ പോലും ഞാൻ ഇവിടെ കോളേജിൽ പഠിക്കുന്നതേ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ലേ വന്നത്, നിങ്ങൾ അങ്ങനെയല്ലേ പഠിക്കുന്നത്, പിന്നെന്ത്? അത് തന്നെ. പക്ഷേ പ്രിൻസിപ്പൾ അവധിയില്ലേ, അങ്ങനത്തെ ഇല്ലല്ലോ. അതുകൊണ്ട് പപ്പനൊന്ന് പ്രിൻസിപ്പളായിട്ട് അവരുടെ മുന്നിൽ ഒന്ന് വന്ന് നിന്ന് പെർഫോം ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാനാ പ്രിൻസിപ്പൾ ആയിട്ടാ? തോക്ക് വാങ്ങിച്ചു തരുമോ? തോക്ക് ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ പപ്പ? തോക്ക് വാങ്ങിച്ചു തരുമെങ്കിൽ ഞാൻ വരാം. വേഗം നല്ല കുട്ടിയായിട്ട് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് അങ്ങോട്ട് വാ കേട്ടോ. ഓക്കെ. ഇനി എന്തിനു പറയുന്നേ? അത് നേരത്തെ തന്നെ ബാക്കി. ഞാൻ വരാം. വേഗം വരണേ. വേഷം മാറി പോവാ. കൊറേ നേരമായാലും ഇവള് പോയിട്ട് കാണുന്നില്ലല്ലേ? മായമ്മേ, രവിച്ച സുഖാണോ? നീ ഒന്നും പറയണ്ട. രണ്ടും കൂടെ ഒളിച്ചോടി വന്നിട്ട് എന്റെ അമ്മ അവിടെ വടിയും വെച്ചോണ്ട് ഇപ്പോണ്ട് തല്ലി ശരിയാക്കും. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ടേക്ക് വരാത്ത. ഇത് എന്തൊരു ഡ്രസ്സാടി ഇത്? ഇവിടുത്തെ കൊച്ചു തന്നത് എനിക്ക്. കൊച്ചുങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ കൊള്ളാമോ? എന്റെ അമ്മ ഇവിടെ കിടന്ന് ഇങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ പ്രിൻസിപ്പൾസ് ആണ് ഒന്നും ഇഷ്ടമല്ല. എവിടെയാണ് എന്റെ സാറ്? I am here. പോപ്പിൻസ് പപ്പൻ. പൊറോട്ട മായമ്മ. പപ്പൻ സർ. അയ്യോ, ഇതാര്? ചക്കക്കുരു രവിയാ? ആള് മാറിപ്പോയില്ലടാ. നിന്റെ തലയിലെ മുടിയൊക്കെ എവിടെ? നിന്റെ തലയിൽ ഒരുപാട് മുടി ഉണ്ടല്ലേ, കാണാ സുന്ദരൻ. താങ്ക് യു. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം ആദ്യം നീ. ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ പപ്പൻ സാർ. ഞാൻ പറഞ്ഞില്ലേ? അതെ, ഐ ആം പ്രിൻസിപ്പൽ പപ്പൻ. നീ എത്ര വലിയ പ്രിൻസിപ്പാളായാലും പഴയ കാര്യങ്ങളൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, അതൊക്കെ വീണ്ടും എന്തിനാ പറയുന്നത്? കറക്റ്റ്, എന്റെ മായമ്മ പറഞ്ഞത് കറക്റ്റ്. നീ ഇപ്പൊ എന്താ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാന് എല്ലാം പഠിപ്പിക്കും. ഞാൻ ബുക്ക് കണ്ടില്ലേ. പിന്നെ ഞാനിപ്പോ അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് കൂടെയാണ്. നിന്റെ പേരൊന്നും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലല്ലേ. അത് നിനക്ക് വല്ല ലോകം ഉണ്ടാടാ. അതുകൊണ്ട് എടാ ചക്കക്കുരു, നീ ഇപ്പോഴും ചക്കക്കുരു ഒക്കെ വറുത്ത് തിന്നാറുണ്ടാടാ. പോപ്പിൻസേ, നീ എന്റെ സ്വഭാവം മാറ്റിയതേ പോപ്പിൻസേ, കേട്ടോ? മതി, രണ്ടും കൂടെ പഴയ കാര്യങ്ങൾ പറഞ്ഞ ആടി കൂടണ്ട. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? കൊച്ചിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനല്ലേ. അത് അന്വേഷിച്ചിട്ട് നമുക്ക് പോകാം. പോവാനോ? എവിടെ പോവാൻ? എന്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് പോകുന്നത് ശരിയാണോ? 2 ദിവസം താമസിച്ചിട്ട് പോയാൽ മതി. മോളെ മാളു, അമ്മയ്ക്ക് റൂം കൊണ്ട് കാണിച്ചോളൂ. അത് എന്റെ മോളാണ് അവള്. തന്നടേ, ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലേ. റൂം കൊണ്ട് കാണിച്ചു കൊടുക്കാല്ലേ പറഞ്ഞത്. അത് ഇടയ്ക്ക് ദേഷ്യം വന്ന ചക്കക്കുരു. സ്വഭാവം നീ മാറ്റരുത്. നിങ്ങൾക്ക് ഇങ്ങനെ പപ്പനങ്കിടെ അറിയാം?
അത് നിങ്ങളുടെ മുറി എവിടാന്ന് വാ പറ, ഞങ്ങൾ അങ്ങോട്ട് പോവാം. മോള ദേ ഇങ്ങോട്ട് വന്നേ. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഉണ്ട്. എന്താ മായമ്മ, ഇന്ന് ക്ലാസ്സിന് കയറുന്നില്ലേ? ഇന്ന് അവധിയാണ്. എന്നാൽ ഞാനും പോകുന്നില്ല. എന്തിന്? നിങ്ങൾക്കിന്ന് ജോലിയില്ലേ മനുഷ്യ? മായമ്മയെ തനിച്ചാക്കിയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുമോ? മായമ്മയ്ക്ക് ചക്കക്കുരു വേണോ? എന്തിന്? തിന്നാൻ. വറുത്ത ചക്കക്കുരുവാണ്. എനിക്കൊന്നും വേണ്ട. നല്ല സ്വാദാ മായമ്മേ, കഴിക്കൂ. ഹായ് മയമ്മ. ഹായ് പോപ്പിസ് പോപ്പൻ. സുഖമാണോ? സുഖം തന്നെ. പോപ്പിൻസ് കഴിക്കും. ഹായ്. ആരാണ് ഈ വരുത്തൻ? പറയുന്നത് കേൾക്കൂ. നാണോ വാർത്തനോ? എന്റെ പേര് പപ്പൻ. ഇവിടുത്തെ നാട്ടുപ്രമാണ ദിവാരൻ അദ്ദേഹത്തിന്റെ ശേഷാരനാണ് ഞാൻ. ചേഴാറിന് എന്ത് ഇവിടെ കാര്യം? അത് ചോദിക്കാൻ നീ ആറാ. ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ പോപ്പിൻസ് കൊടുക്കും, ചിലപ്പോൾ ബറാട്ട കൊടുക്കും. സുന്ദരിയായ യുവതികൾക്ക് മുട്ടായി കൊടുത്താൽ ശേഷാറിന്റെ ശേഷിപ്പ് പോലും കാണില്ല. സൂക്ഷിച്ചു. വെറുതെ കൊക്കാച്ചി കാണിച്ച് പേടിപ്പിക്കാതെ വല്ല പണിക്കും പോടാ ചക്കക്കുരു രവി. നീ എന്തിനാണ് മായമ്മ കണ്ടാവന്മാരെ കൂടെ എല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്റെ കൂടെ വാ, ഞാൻ ഇന്നലെ കണ്ട സിനിമയുടെ കഥ പറഞ്ഞു തരാം. ഏത് സിനിമ? അവളുടെ റാവുകൾ. നല്ല സൂപ്പർ സിനിമയാ. എന്നാ കേക്കാം. വാ വരൂ. എടാ വേറെ വല്ല പണിക്കും പോടാ. പെൺപിള്ളേരെ ബേക്കിൽ നടക്കാതെ നീ വരൂ. ഇവന്റെ ശല്യം തീർത്താലേ പറ്റൂ. എന്താ ഉദ്ദേശം? എന്തിനിങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നെ? അല്ല, ഞാൻ ഓരോരോ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ചിരിച്ചതാണ്. ഓരോരോ പഴയ എന്തോന്ന് കാര്യങ്ങള്? അതൊക്കെ ഞാനിപ്പോ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് പറയുന്നത്? ആ, ഞങ്ങളുടെ അടുത്ത് തന്നെ പറയണം. പറ. ആ പറ. എന്നാ ഞാൻ ഒറ്റ വാക്കി പറയാം. ആ, ഒറ്റ വാക്കില ഇരട്ട വാക്കില പറ. എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണ് മോളെ. നീ എന്തിനടിച്ചിരിക്കുന്നത്? അയ്യോടെ അങ്ങനെ ഇരുന്നല്ല. പപ്പന്റെ ലൈനായിരുന്നു നിന്റെ അമ്മ എന്നാണല്ലോ പറഞ്ഞു വന്നത്. അത് ആലോചിച്ച് ചിരിച്ചതാ. അല്ല പപ്പ, ഈ സിറ്റി കിടക്കുന്ന പപ്പ എങ്ങനെ ഈ ഗ്രാമത്തിൽ കിടക്കുന്ന അമ്മനെ പ്രേമിച്ചത്? അതെ, ആ ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ പഠിച്ചത് എൻ്റെ അമ്മാവൻ്റെ വീട്ടിലിരുന്ന. അപ്പം നമ്മളെ അമ്മാവൻ്റെ വീട്ട് തൊട്ടടുത്തായിരുന്നു മായമ്മേരം വീട്. നമ്മൾ ഒരുമിച്ചാണ് എന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടൊന്നുമില്ല. നീ ഇങ്ങോട്ട് വന്നേ, അപ്പുറത്ത് പോവാ. പറഞ്ഞ കേട്ടി നല്ല രസമില്ലേ? എന്റെ അമ്മയുടെ ലവ് സ്റ്റോറി കേട്ട് അങ്ങനെ സൂഹിക്കൊന്നും വേണ്ട. നീ വരുന്നുണ്ടോ ലക്ഷ്യം സ്വഭാവം മാറ്റാതെ? ദേ, ഒരു കാര്യം ഞാൻ പറയാം. ആവശ്യമില്ലാത്ത പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കി കുടുംബത്തിൽ ഇല്ലാത്ത പ്രശ്നം കൊണ്ടാക്കരുത്. മോളെ മാളു, ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷെ നിന്റെ അച്ഛനുണ്ടല്ലോ ചക്കക്കുരു രവി, അവൻ മഹാസംശയക്കാരനാണ്. അവനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഉള്ളൂ. എന്റെ അച്ഛനെ ചക്കക്കുരു രവിന്ന് വിളിക്കരുത്. നീ കിടിക്കണേ മോളു മാളുകുട്ടി, എന്തുവാ? നിന്റെ അച്ഛനെ ഞാൻ മാത്രമല്ല ആ നാട്ടിലെ എല്ലാവരും ചക്കക്കുരു രവി, ചക്കക്കുരു രവി എന്നൊക്കെ വിളിക്കും. You insulting me. നമ്മൾ എല്ലാ ബന്ധവും നിർത്തുവാ. എന്തോ അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിച്ച് അവൾക്ക് എന്തോ ഒരു ഫീൽ ആയിട്ടുണ്ടെന്ന് അറിയോ? ആ, നീ ചിരിച്ചോണ്ടാണ് അവളെ പണങ്ങി പോയത്. അതുകൊണ്ട് എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ. അയ്യോ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ആ, അതൊക്കെ ഒരു കാലം.
ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. ഇതെല്ലാം നിന്റെ പ്ലാനിങ് ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തോന്ന് പ്ലാനിങ്? അതല്ലേ നീ നമ്മളെ മോളെ നീ അവന്റെ അടുത്ത് നീ പറഞ്ഞു വിട്ടത്. അതാകുമ്പം രണ്ടുപേർക്കും കൂടെ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് വന്ന് കാണുകയും ചെയ്യല്ലേ. ദൈവത്തെ നിനക്കത് പറയല്ലോ കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നായോ അയാളെ കാണുന്നത് ഞാൻ. അതുകൊണ്ടായിരിക്കും രണ്ടുപേരും കൂടെ കണ്ടപ്പം മുഖത്തോട് മുഖം നോക്കി വായും പൊളിച്ച് നിന്നതല്ലേ. ഞാൻ അങ്ങനെ നോക്കിയതൊന്നുമില്ല. ആര് പറഞ്ഞേ? 2 മിനിറ്റ് 3 സെക്കൻഡ് നീ അവന്റെ വായിൽ നോക്കിക്കൊണ്ട് നിന്നില്ലേ? നീ ചാവണ്ട, ഞാൻ തന്നെ ചത്തോളാം. ഞാൻ ചത്തോളാം. വേണ്ട, നീ ചാവാം. നീ ചാവണ്ട, ഞാൻ ചാവാം. ഞാൻ ചത്തതിന് ശേഷം ഞാൻ ചത്തോളാം. ഹലോ, നിങ്ങളൊക്കെ ആരാണ്? എന്റെ പുതപ്പ് കിടത്താണോ? എന്റെ ഭർത്താവിനെ ഇടന്ന് വിളിച്ച് നീ ആരടി? എന്റെ മുറി കയറി എന്റെ പുതപ്പെടുത്ത് പിടിവെല്ല നടത്താൻ നിങ്ങൾ ആരാ തള്ളേ? തള്ളതിന്റെ മറ്റും തള്ള ആരാന്ന്? ഞാൻ ചത്തോളാടി. പക്ഷേ ഇവിടെ മരിക്കാൻ പറ്റിയ സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാടി? താൻ എവിടെയും പോയി മരിക്കും. പക്ഷെ എന്റെ മുറിയിൽ കെട്ടി തൂങ്ങി ചാവാൻ പറ്റില്ല. നീ ആരാടോ? ഇവരാരാ എന്റെ മുറിയിൽ കയറ്റി വിട്ടേ? ഇതാരാ? ഇതെന്റെ അച്ഛനും അമ്മയും. നിന്റെ അച്ഛനും അമ്മ എന്തിനാ എന്റെ മുറി കയറി തൂങ്ങി മരിക്കുന്നത്? നിന്റെ വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലേ? ബാബു, ഇങ്ങനെ വന്നൊരു കാര്യം പറയാം. ഇങ്ങോട്ട് വാ. എന്താന്ന്? അതെ, നമുക്കൊന്ന് അപ്പുറത്ത് റൂമിൽ പോവാം. എന്താ അറിയോ, പ്രിൻസിപ്പൽ സാർ പറഞ്ഞേക്കണേ ഇന്ന് നമ്മുടെ അപ്പുറത്ത് റൂമിൽ കിടക്കാനാ. അല്ലേ? പ്രിൻസിപ്പൽ പാപ്പു വന്നേ, വാ. കൊടുത്ത് വിട്. ഇതെന്റെയാ. അയ്യോ, നിങ്ങൾക്ക് എനിക്ക് പ്രശ്നം എന്തുവാ? എന്റെ ഉള്ള സമാധാനോടെ കളി രണ്ടും കൂടെ വന്നിട്ട് ഈ ഇറക്കൊക്കെ സംശയം പോലെ. എന്താ പണ്ട കാലത്ത് എന്തോ നടന്നത് കൊണ്ട് എന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 16-കാരി ഒരു 18-കാരൻ സംശയിക്കാൻ കൊണ്ട പ്രായം. മിണ്ടാതെ രണ്ടും കൂടെ അടങ്ങി ഒതുങ്ങി വിളിക്കാൻ തുടങ്ങിക്കോണം കേട്ടല്ലോ. ബാക്കിയുള്ളവരുടെ സ്ഥലം കൂടെ കളയും രണ്ടും കൂടെ കയറി വന്നിട്ട്. എന്നിട്ട് പതിനുണ്ട് തന്നയ്ക്ക്. ബാക്കിയല്ല ഞാൻ വീട്ടിൽ എത്തിട്ട് ഞാൻ പറയാം. ശബ്ദം താഴെ കേൾക്കരുത്. കയറി കിടന്ന് തുടങ്ങിക്കോണം കേട്ടല്ലോ. ചംറ്റയിക്കാൻ കണ്ട മുതല്. നീ നോക്കോ, നീ എന്റെ അടുത്ത് കിടക്കണ്ട. ഞാൻ ഇവിടെ കിടക്കും, നിങ്ങളുടെ കൂടെ കിടക്കത്തും. എനിക്ക് എന്റെ റൂമിൽ കിടന്നാലും ഉറക്കം വരുള്ളൂന്ന്. എനിക്ക് എന്റെ മുറി കിടന്നാലും ഉറക്കം വരുമോ? എന്റെ പാപ്പു, കുറച്ചൊക്കെ പരസ്പര സഹായമൊക്കെ ചെയ്യണ്ടേ? എനിക്ക് ആരുടെ ഒരു സഹായവും വേണ്ട. മര്യാദയ്ക്ക് അവർ രണ്ടുപേരെ മുറി നടക്കി വിട്ടോ. ആ, പറ്റില്ല. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ പോയി പപ്പന്റെ അടുത്ത് പോയി കാര്യം പറ. ആ, ഞാൻ പറയും. എനിക്കിവിടെ ഒരുത്തനും പേടിയില്ല. റെന്റ് അടച്ചായിരുന്നോ? വാടക കൊടുത്തായിരുന്നോ? ഞാൻ ഇന്നലെ ഇല്ല ഇല്ലല്ല. അപ്പൊ അങ്ങ് കേറിക്കോട്. ഇപ്പൊ ഇറക്കി വിടുന്ന ആരാന്ന് കാണാം. അത് നിന്നെ ആയിരിക്കും ഇറക്കി വിടുന്നത്. ബോക്സ് അങ്ങനെ പറഞ്ഞ? ആ, അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ കിടന്നോളാം. ഇതല്ലേ മലയാളത്തിൽ പറഞ്ഞത്, വേറെ ഭാഷയിലൊന്നല്ലല്ലോ പറഞ്ഞത്. എന്താടി അവിടെ? എന്താകാൻ ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. നിനക്കറിയാലോ എപ്പോഴും ഇതുങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. നാളെ നേരം വിളിക്കുമ്പോ എല്ലാം ശരിയായിക്കോളൂ. അതെ, അവരെത്ര ദിവസം ഉണ്ടാവും ഇവിടെ? നാളെ രാവിലെ പൊയ്ക്കോളൂ. നാളെ രാവിലെ പൊക്കോളൂ. അപ്പോഴേ ഒരു കാര്യം ചെയ്യും. എന്താ? അവര് പോയി കഴിഞ്ഞിട്ട് ആ ബ്ലാങ്കറ്റും പില്ലോ കവറും ബെഡ്ഷീറ്റൊക്കെ ഇല്ലേ, നമുക്ക് ഒന്ന് കഴുകിട്ടേക്ക് കേട്ടോ. ഞാനെന്തിനാ കഴുകുന്നേ? എനിക്ക് കുറച്ച് വൃത്തി മേലേക്ക്. അവള് കഴിക്കോളൂ. നീ കഴുകും. പറ, കഴുകും. എന്തേ കഴുകും? ആ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്നാ ശരി, ഞാൻ എന്നാ കിടക്കട്ടെ. ശരി, ഞാനെന്നാ അങ്ങേറ്റം എനിക്കാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോകണ്ടോണ്ടേ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഞാൻ എവിടെ കയറി കിടക്കും? അങ്ങോട്ട് പോയി കിടക്കും. അല്ല പിന്നെ നിലത്ത് കിടക്കും വേണേ. നേരത്തെ എന്റെ പട്ടി കിടക്കും. അല്ല, പട്ടീനെ വിളിച്ച് കിടത്ത്. പട്ടി മാറടി. എന്നാ പിന്നെ എന്നെ നെഞ്ചത്തോട് ഒന്ന് കിടക്ക്. എന്നെ പിടിക്കുന്നതോട് എനിക്ക് ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. പിന്നെ എന്തിനാണ് മുട്ടണത്? മര്യാദ കിടന്നാ നിനക്ക് ഇവിടെ കിടക്കാം. വെളിയിൽ ഇറക്കി വിടും ഞാൻ. പറ്റൂല. അന്ന് മര്യാദ കിട.
മര്യാദക്കല്ലേ കിടക്കണത്? ഞങ്ങളോട് മിണ്ടാതിരിക്കണേ. മര്യാദയ്ക്ക് കിടന്നോളെ. ഞാൻ കിടന്നാ മതിയോ? മതി. ഇങ്ങനെ കൂടെ ഇത്രയും നാള് ഇങ്ങർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് കൂടെ കിടന്നിട്ട് ഇങ്ങർക്ക് സംശയം പോലും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ കാണിച്ചു പക്ഷേ നോക്കിക്കോ. ഉറങ്ങാനും സമ്മതിക്കൂലേ നീ? നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കണല്ലേ? കാണിച്ചു തരാം, ഞാൻ നോക്കിക്കോ. ചിരിക്കുന്നതാ? സന്തോഷമുണ്ട്. സത്യം പറഞ്ഞ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവളിവിടെ വരുമെന്ന്. ഇത്ര വർഷങ്ങൾ മുമ്പ് കണ്ടതല്ലേ, പെട്ടെന്ന് കണ്ടപ്പോഴേ എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടാ. എടി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഇവളാണ് എൻ്റെ ഫസ്റ്റ് ലവ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ദിവസങ്ങളെ നിറമുള്ളതാക്കിയത് ഇവളാണ്. നമ്മൾ ഭയങ്കര കണക്ഷനായിരുന്നു. അതിൻ്റെ ഇടയ്ക്കല്ലേ എനിക്ക് പട്ടാളത്തിൽ നിന്ന് വിളി വരുന്നത്, ഞാൻ അങ്ങോട്ട് പോകുന്നതും. പിന്നെ ഞാൻ ലീവിന് വന്ന സമയത്ത് ഇവൻ കെട്ടിയിരിക്കണു. ആര്? ചക്കക്കുരു രവി. എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴാലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ ബലമായ സംശയം ഇവ എന്തോ കൂടോത്രം ചെയ്ത് കെട്ടിയതാണ്. അതെന്തെങ്കിലും ആയിക്കോട്ട് പോട്ട്, അതിപ്പം കെട്ടിക്കഴിഞ്ഞില്ലേ, ഇനി നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടല്ലേ ഇത്രയും സുന്ദരിയായ നിന്നെ എനിക്ക് കിട്ടിയത്. ഉമ്മ. അതെ പാറു, നിനക്ക് വിഷമമുണ്ടാ ഞാൻ അവളെ 2 ദിവസം നിൽക്കാൻ പറഞ്ഞതിൽ? മോശമല്ലേ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞിരിക്കണം. ഒന്നുമില്ലെങ്കിലും ഫസ്റ്റ് ലവ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതുണ്ട്. വിഷമല്ലല്ലേ? എനിക്കറിയാം നിനക്ക് വിഷമം കാണൂല. പിന്നെ ചേട്ടാ ഇപ്പൊ വരാം. അയ്യോ, അടിക്കാനല്ല, ഇപ്പൊ അടിയൊന്നുമില്ല. ഇന്ന് മൂത്ര ഒഴിക്കാൻ വേണ്ടി പോണത്. ഓ, ഇവിടെ ഇരുന്നോ, പോയിട്ട് വരാം. അവളെവിടെ പോയി? അവനെ കാണാൻ പോയി കാണും. കാണിച്ചേരാടി. മായമ്മ, മായമ്മോ, മായമ്മ, നീ ഇവിടെ കാണുവോടി? എനിക്കറിയാം നീ അവനെ കാണാൻ നീ ഇവിടെ വരും. മായമ്മ, മായമ്മോ, മായമ്മ, മായമ്മ. ആഹാ, നീ ഇവിടെ ഇരിക്കുന്നാടി, എന്നെ ഒളിച്ച് ഇവിടെ ഇരിക്കുന്നാടി വഞ്ചകി. നിന്നെ ഞാൻ ആരാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ? രവി, ഇവിടെ നിനക്ക് മേളത്തെ ബെഡ്റൂം തന്നേലടാ, പിന്നെ എന്തിനാ എന്റെ ബെഡ്റൂം വന്ന് കിടക്കുന്നത്? ചക്കക്കുരു ഏടാ രവി, ദൈവമേ, പാറുവിനെ കണ്ട് പേടിച്ചതുപോലും തന്നെ. രവി, രവി, എഴുതാ രവി, രവി, അയ്യോ, ഞാനല്ല, നീ അങ്ങനെയൊന്നും പറയല്ലേ. ചേട്ടാ, ചേട്ടാ, ആണോ നിന്റെ അച്ഛനെ ഇങ്ങനെ കൊന്നടി? ഇത് നല്ലത് ദ്രോഹമായി പോയി കേട്ടോ. പെട്ടെന്ന് പോലീസിനെ വിളിക്ക്. വേണ്ട വേണ്ട, അച്ഛൻ അനങ്ങുണ്ട്.
നിങ്ങളെല്ലാരും കൂടെ എന്റെ അടുത്ത് നിൽക്കുന്നത് എന്തിന്? എന്റെ അടുത്ത് വന്നിക്കണ നീ എന്നാടാ എന്റെ ബെഡ്റൂം എന്നുള്ള കാലമാടാ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ വേണ്ടി നിനക്കില്ല മോൾ തന്നലടാ ബെഡ്റൂം അവിടെ കിടന്നൂടെ ഞാൻ മായമ്മ അന്വേഷിച്ച് വന്നതല്ലേ. മനുഷ്യ നിങ്ങളുടെ ഒടുക്കത്തെ ഒരു സംശയം. രവിച്ചന്ദ്രൻ ഇവിടെ കിടന്ന് കൂവി വിളിച്ചത് എന്തുവാ അവിടെ? അവിടെ ഒരു പ്രേതം. അത് ഒന്നുമല്ല അത് അതെ എൻ്റെ ഭാര്യയാണ് പാറു. നീ എൻ്റെ ഭാര്യ കണ്ടിട്ടില്ല പാറുവിനെ? ഞാൻ കാണിച്ചുതരാം. ചുമ്മാ എന്റെ പഴയ ലോഹറിന്റെ പുതിയ ലോഹറിനെ കാണിച്ചു കൊടുത്തു. മര്യാദ. ഇതാണ് എൻ്റെ ഭാര്യ പാറു. ഇതാണ് എനിക്ക് സംഭവിച്ചത്. മനസ്സിലായ? വെച്ചിട്ടുണ്ട് വാങ്ങുന്നത്